ഒന്നാം ക്ലാസ്സിലേക്ക് പോകാനുള്ള തിരക്കിലാണല്ലേ എല്ലാവരും? ടീച്ചറെയൊക്കെ വിട്ടിട്ട് ആണോ? ടീച്ചറെയൊക്കെ വിട്ട് മറന്ന് വേഗം ഒന്നാം ക്ലാസ്സിലേക്ക് പോകാനുള്ള തിരക്കിലാണ്. ആണോ മുഹമ്മദ് റയാൻ? റയാൻ എങ്ങനെയാണോ ഒന്നാം ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ? ആരാധ്യോ ഒക്കെ എല്ലാവരും ഒന്നാം ക്ലാസ്സിലേക്ക് പോകാനൊക്കെ ധൃതി പിടിച്ച് നിൽക്കുക അല്ലേ? സാരമല്ല, അതിനെന്താ, ഒന്നാം ക്ലാസ്സിലേക്ക് പോയിക്കോളൂ. നിങ്ങൾ ഒന്നാം ക്ലാസ് കഴിഞ്ഞു, സെക്കൻഡ് കഴിഞ്ഞു, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത്, സെവൻത്ത് ഒക്കെ കഴിഞ്ഞ് എല്ലാ ക്ലാസ്സും കഴിഞ്ഞ് പിന്നെ ഡോക്ടർമാരോ എഞ്ചിനീയർമാരോ കലക്ടറോ ആരാവുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അവരൊക്കെ ആയി നല്ല കുട്ടികളായി ഒരുപാട് കാലം കഴിഞ്ഞാലും ടീച്ചറെയൊക്കെ കണ്ടാൽ ചിരിക്കുക മറക്കരുത്. നിങ്ങൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് സങ്കടമുണ്ട്. കാരണം ഒരു വർഷം നിങ്ങൾ ഞങ്ങളെ ക്ലാസ്സിൽ ഇരിക്കേണ്ടതാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, ദൈവഹിതം അങ്ങനെയല്ല. അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഞങ്ങളെ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളെ ക്ലാസ് കാണുന്നുണ്ട് കുറേ കുട്ടികൾ എന്നുള്ളത് അറിയാം. ഒരുപാട് കുട്ടികൾ കാണുന്നില്ല. അപ്പോൾ ഇനിയെങ്കിലും, കാരണം കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഈ മാർച്ച് മാസം അവസാനത്തോടു കൂടി നമ്മുടെ പോർഷൻസൊക്കെ കഴിയും. അപ്പോൾ ഇനിയെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ദയവായി ക്ലാസ് കാണുക. ഇല്ല എങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പോകുമ്പോൾ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ടീച്ചർ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് ലെറ്റേഴ്സൊക്കെ പഠിച്ച് വേർഡ്സൊക്കെ പഠിച്ച് ഒക്കെ എഴുതി പഠിച്ച് ഒക്കെ ചെന്നാൽ ടീച്ചർ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ടീച്ചർ ക്ലാസ്സിൽ വന്ന് ചോദിക്കുമ്പം തന്നെ നിങ്ങൾക്ക് ചാടി എഴുന്നേറ്റ് ആൻസർ പറയുക. മനസ്സിലായോ? അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ ക്ലാസ് ഒഴിവാക്കാതിരിക്കുക. അതാണ് ടീച്ചർക്ക് ആദ്യം പറയാനുള്ള കാര്യം അല്ലേ? എന്നും ഗുഡ് മോർണിംഗും ഒക്കെയാ പറയൽ. ഇന്ന് ടീച്ചർക്ക് പറയാനുള്ള കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ നല്ല മക്കളായിട്ട്, കാരണം ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് ഇവിടെ വന്നിട്ട് പാരൻസ് ചേർക്കുന്നുണ്ട് നിങ്ങളെ. ചേർക്കുന്ന സമയത്ത് നിങ്ങളങ്ങോട്ട് പോവുകയാണല്ലോ എന്നുള്ള സങ്കടം ഞങ്ങൾക്കുണ്ട്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് പഠിക്കുക. എല്ലാ ടീച്ചേഴ്സിനെ കൊണ്ടും നല്ല കുട്ടി, കണ്ടോ അസലായിട്ട് പഠിക്കുന്നുണ്ട് എന്നുള്ളത് കേൾപ്പിക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് അയ്യേ ഒന്നും പഠിക്കുന്നില്ലല്ലോ, എന്താ പഠിക്കാത്തത്, അങ്ങനെ ഒരു ഇത് ഉണ്ടാക്കരുത്. മനസ്സിലായല്ലോ? യെസ്, റെഡി ഓർ സ്റ്റാൻഡ്. ഗുഡ് മോർണിംഗ് മൈ ചിൽഡ്രൻ. ഹൗ ആർ യു? How are you? Oh, all are fine. Very good. Are you happy? Yes. Happy? Okay. Then take your book. ഓ എടുത്തോ. നല്ല കുട്ടികളാണ്. കുട്ടികളൊക്കെ നല്ല കുട്ടികളാണ്, എനിക്കറിയാം അല്ലേ? ഗുഡ്, വെരി ഗുഡ്. ഹൗ വി ഡ്രസ്? ടേക്ക് ദിസ് പേജ്. ടേക്ക് ദിസ് പേജ്. നമ്മൾ സീസൺസൊക്കെ പഠിച്ചു. സീസൺസ് പഠിച്ചു. ഓരോ സീസണിലും ഏതൊക്കെ ഡ്രസ്സ് യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിച്ചില്ല. ഇതാ കണ്ടില്ലേ? അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹൗ വി ഡ്രസ്സപ്പ്. നോക്കുക. ഫസ്റ്റിൽ നോക്കൂ, ടീഷർട്ട്. എല്ലാവരും ഇപ്പോൾ ടീഷർട്ട് തന്നെയാണ് ഇടുന്നത്. അച്ഛനോടും മക്കളോടും എല്ലാവരും ഷർട്ട് പോലെ കൈയൊന്നും മടക്കി വെക്കുകയൊന്നും വേണ്ടല്ലോ. ടീഷർട്ട്. ക്യാപ്പ് ഉപയോഗിച്ചില്ലേ? ക്യാപ്പ് ഇട്ടിട്ടല്ലേ നിങ്ങൾ ഇപ്പം ഈ വിൻ്റർ സീസണിൽ താഴെ ഇറങ്ങാറുള്ളൂ മുറ്റത്ത് അല്ലേ? സൺഗ്ലാസ് എപ്പോഴാണ് ഉപയോഗിക്കുക? നല്ല കറുത്ത കണ്ണട വെക്കുക എപ്പോഴാ? രാത്രിയിലാ? രാവിലെയാ? അല്ല, വെയിലത്തിറങ്ങുമ്പോഴേ സൺഗ്ലാസ്. കാരണം ആ വെയിലിൻ്റെ ആ ചൂട് നമ്മളുടെ കണ്ണിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൺഗ്ലാസ് ഉപയോഗിക്കുന്നത്. പിന്നെയോ ബർമൂഡ എന്ന് പറഞ്ഞാൽ എന്താ? മുട്ടുവരെയുള്ള ഷോർട്സ്. കാരണം നമുക്ക് ഭയങ്കര ചൂടല്ലേ ഇപ്പം നമുക്ക് ഏതാണ് സീസൺ? വിൻ്റർ ആണോ സമ്മറാണോ? ശരിക്കും നമുക്ക് സ്പ്രിംഗ് ആണ്. സമ്മർ തുടങ്ങാൻ പോകുന്നു.
സമ്മർ സീസൺ ബിഗിനിങ് ആണ്. എന്തൊരു ചൂടാ! രാത്രിയിൽ കുറച്ച് തണുപ്പ്, രാവിലെ ഭയങ്കര മഞ്ഞ്, ഉച്ചയാകുമ്പോൾ പകലൊക്കെ ഭയങ്കര ചൂട്. ഈ ചൂടുള്ള സമയത്ത്, അതായത് സമ്മർ സീസണിൽ നമ്മൾ ഏതൊക്കെ ഡ്രസ്സ് യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഈ പാഠത്തിൽ പറയുന്നത്. നോക്കൂ, ടീഷർട്ട്, കാരണം കുറച്ച് ഫ്രഷ് എയർ കിട്ടിക്കോട്ടെ. ടീഷർട്ട്, പിന്നെ നിർബന്ധമായിട്ടും ഞാൻ പറഞ്ഞു വെയിൽ കൊള്ളരുത്. വെയിൽ കൊണ്ടാൽ സൺബേൺ ആണ്. നിങ്ങളെ ശരീരത്തിലൊക്കെ പൊള്ളും, കറുപ്പ് നിറായിപ്പോവും, സുന്ദരന്മാരും സുന്ദരികളൊക്കെ പോകും. ഒരിക്കലും രാവിലെ 11 o'clock മുതൽ വൈകിട്ട് 3 o'clock വരെ യാതൊരു കാരണവശാലും പുറത്തിറങ്ങാൻ പാടില്ല. അഥവാ ഇനി പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ബൈക്കിലെങ്ങാനും അച്ഛൻ്റെ കൂടെ പോകുന്നുണ്ടെങ്കിൽ അച്ഛൻ സൺഗ്ലാസ് ഉപയോഗിക്കുന്ന മാതിരി നിങ്ങൾക്കും ചെറിയൊരു ഗ്ലാസ് കണ്ണിന് ചൂടാവാതിരിക്കാൻ വെക്കുക. പിന്നെയോ ഷോർട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളിടുന്ന കുഞ്ഞി ട്രൗസർ. അച്ഛനൊക്കെ ഇടുന്നത് ബർമൂഡ, മുട്ടിൻ്റെ അടുത്ത് വരെ എത്തുന്നത്. അതിനെന്താ പറയുക? ബർമൂഡാസ്. എന്താ പറയുക? ബർമൂഡാസ്. അപ്പം നമ്മൾ സമ്മർ സീസണിൽ ഉപയോഗിക്കുന്ന ക്ലോത്ത്സാണ് എന്തൊക്കെ? ടീഷർട്ട്, ക്യാപ്പ്, ഷോർട്സ്, സൺഗ്ലാസസ്, ബർമൂഡാസ്. ഇപ്പം ഷോപ്പിലൊക്കെ പോയാൽ എന്താ വേണ്ടേ? ഷോർട്സ് വേണോ ബർമൂഡ വേണോന്ന്? ബർമൂഡ എന്ന് പറഞ്ഞാൽ പാൻ്റ് ആകുമ്പം താഴെ വരെ എത്തും പാൻസ്, ഇത് മുട്ട് വരെ എത്തുന്ന ബർമൂഡാസ് അല്ലേ? ഇനി അടുത്തത് നോക്കൂ, വിൻ്റർ സീസൺ. കഴിഞ്ഞു പോയി നമ്മളെ വിൻ്റർ സീസൺ. ആ വിൻ്റർ സീസണിൽ എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക? ഭയങ്കര തണുപ്പാകുമ്പോൾ നമ്മൾ ഗ്ലൗസ് അല്ലേ? ഗ്ലൗസ് ഇടുന്നത് കണ്ടിട്ടില്ലേ? ഗ്ലൗസ്. പിന്നെയോ സ്കാർഫ്, തലയിൽ കെട്ടാൻ സ്കാർഫ്. പിന്നെ ജാക്കറ്റ്, ക്യാപ്പ്, സോക്സ്, ബൂട്ട്സ്. അതൊക്കെ നമ്മൾ ഏത് സീസണിലാണ് ഉപയോഗിക്കല്? വിൻ്റർ സീസണിൽ. റെയിനി സീസണിൽ നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുക? റെയിനി സീസണിൽ റെയിൻകോട്ട്. ഞാൻ അന്ന് പറഞ്ഞു റെയിൻകോട്ട്, ഗംബൂട്ട്സ്. നിങ്ങൾ അട്ടയൊന്നും കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബൂട്ടിന് മുകളിലുള്ള ബൂട്ട്, ഗംബൂട്ട്സ്, അംബ്രല്ല, റെയിൻകോട്ട് വിത്ത് ഹുഡ്. അതായത് ഇപ്പം നമുക്ക് റെയിൻകോട്ടിൻ്റെ കൂടെ തന്നെ അതിനനുസരിച്ചിട്ടുള്ള തൊപ്പി അല്ലേ? കിട്ടും. അപ്പം നമുക്ക് മുഖത്ത് ഒന്നും മഴയും കൊള്ളൂല, ഒന്നും കൊള്ളൂല. അപ്പോൾ ഈ സീസൺസിൽ ഉപയോഗിക്കേണ്ട ഡ്രസ്സിനെ പറ്റിയാണ് ടീച്ചർ ഇന്ന് പറയുന്നത്. സമ്മർ സീസണിൽ എന്തൊക്കെ ഉപയോഗിക്കണം? ടീഷർട്ട്, ക്യാപ്പ്, ഷോർട്സ്, സൺഗ്ലാസസ്, ബർമൂഡാസ്. അത് ഏത് സീസണിലാണ്? സമ്മർ സീസണിൽ വി യൂസ് ടീഷർട്ട്. say loudly. ടീഷർട്ട്, ക്യാപ്പ്, ക്യാപ്പ്, സൺഗ്ലാസസ്, കൂളിംഗ് ഗ്ലാസ് കണ്ണിന് വെക്കുന്ന കണ്ടിട്ടില്ലേ? ഒരു ബ്ലാക്ക് കളറിലെ. പിന്നെയോ ഷോർട്സ്, നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന ഷോർട്സ്. അച്ഛനൊക്കെ ഇടുന്നതോ ബർമൂഡാസ്. ഇനി വിൻ്റർ സീസണിൽ ഗ്ലൗസ്, പിന്നെ സ്കാർഫ്, ബൂട്ട്സ്, സോക്സ്, നല്ല ചൂടുള്ള ഉളൻ്റെ സോക്സ്. പിന്നെയോ ജാക്കറ്റ്, ശരീരം എവിടെയും കാണൂല അതേമാതിരത്തെ ജാക്കറ്റ്, ക്യാപ്പ്. അതൊക്കെ കഴിഞ്ഞ് റെയിനി സീസൺ. സമ്മർ കഴിഞ്ഞാൽ റെയിനിയാണ് നമുക്ക്. റെയിൻകോട്ട് ഇട്ടാൽ നമ്മുടെ ഡ്രസ്സൊന്നും ഒട്ടും നനയില്ല. കുട പിടിച്ചാൽ നമ്മളുടെ ഡ്രസ്സൊക്കെ നനയും. ഗംബൂട്ട്സ്, അട്ടയൊന്നും കടിക്കണ്ട കേട്ടോ, ഗംബൂട്ട് ഇട്ടിട്ട് വെളിയിൽ ഇറങ്ങിയാൽ മതി. അംബ്രല്ല, we use umbrella in the rainy season. Raincoat with hood, റെയിൻകോട്ടിൻ്റെ കൂടെ തന്നെ തൊപ്പിയൊക്കെ ആയിട്ടുള്ളത്. മനസ്സിലായോ? ഇതൊക്കെയാണ് സീസൺസിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഡ്രസ്സസ്. അതിനെപ്പറ്റിയാണ് ഇപ്പോൾ ടീച്ചർ പറഞ്ഞു തന്നത്. സീസൺസിൽ നമ്മൾ എന്തൊക്കെ ഡ്രസ്സസ്സാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് അത്. അടുത്തത് എന്താണെന്നറിയോ? അടുത്തത് എന്താ?
നമ്മൾ അല്ലാത്ത സമയത്ത് നമുക്ക് ക്ലോത്ത്സ് വേണ്ടേ? നിങ്ങൾ ഈ വിശേഷ ദിവസങ്ങളിലൊക്കെ എന്താ ചെയ്യുക? സ്കൂളിലേക്ക് വരുന്ന യൂണിഫോം ഇട്ടിട്ട് ആരെങ്കിലും കല്യാണത്തിന് പോവുമോ? ഇല്ല. കല്യാണത്തിന് പോകുമ്പോൾ സുന്ദരിമാരും സുന്ദരന്മാരൊക്കെ ആയിട്ടല്ലേ പോവുക, അല്ലേ? അപ്പം അത് നമ്മൾക്ക് ഓരോ സമയത്ത്, ഇപ്പം നമ്മൾക്ക് അസുഖം വന്നു, നമ്മൾ ഹോസ്പിറ്റലിൽ പോവുക. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നിങ്ങൾ വലിയ ഗൗണൊക്കെ ഇട്ട് കുറേ മേക്കപ്പൊക്കെ ചെയ്ത് ക്രൗണൊക്കെ വെച്ച് പോവുമോ? ഇല്ല. നമുക്ക് ഓരോ ഫങ്ഷൻസിനും ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴും ഓരോ ഡ്രസ്സുണ്ട്, ഡ്രസ് കോഡുണ്ട്, അല്ലേ? അതാണ് നോക്കിക്കോളുക. ടീഷർട്ട്സ് ആൻഡ് ഷോർട്ട്സ്. നിങ്ങൾ യൂണിഫോം ടീഷർട്ട്സ് ആൻഡ് ഷോർട്ട്സ് ബോയ്സ് ഇടുന്നത്, അല്ലേ? അതിന് നമ്മൾ എന്തൊക്കെ ഇടുന്നുണ്ട്? ബെൽറ്റ് കെട്ടുന്നുണ്ട്, അല്ലേ? ചില സ്കൂൾസിൽ ടൈ ഉണ്ട്. നമുക്ക് ആദ്യം ടൈ ഉണ്ടായിരുന്നു, ഇപ്പോൾ വേണ്ട. പിന്നെ അച്ഛൻ എന്താ യൂസ് ചെയ്യുക? ഷർട്ട് ആൻഡ് പാൻസ്, അല്ലേ? അച്ഛൻ ഓഫീസിലേക്ക് പോകുമ്പോൾ ബർമൂഡ ഇട്ട് പോവുമോ? പറ്റില്ല. അച്ഛൻ ഓഫീസിൽ പോകുമ്പോൾ ബർമൂഡ ഇട്ട് എന്നാൽ അതല്ല അച്ഛൻ്റെ ഡ്രസ് കോഡ്. അച്ഛൻ ഓഫീസിൽ പോകുമ്പോൾ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോൾ നല്ല പാൻസും നല്ല ചെറുത്ത ഷർട്ടും ഇട്ടിട്ട് പോവുക. അടുത്തതോ, അമ്മ എന്താ കൊടുക്കുക? സാരി. ഇപ്പം ചുരിദാർ, അല്ലേ? ടീച്ചർ സാരിയാണ് കേട്ടോ കൊടുക്കുക, സാരി. പിന്നെയോ അടുത്തത് നോക്കൂ, സൽവാർ കമ്മീസ്. അമ്മയൊക്കെ ഇപ്പം യൂസ് ചെയ്യുന്നത് എന്താണ്? സൽവാർ കമ്മീസ്, അല്ലേ? ചുരിദാറില്ലേ? എന്നിട്ട് അതിന് ഷാളൊക്കെ ഇട്ടിട്ട്. ഇനി കല്യാണമാണെന്ന് വിചാരിച്ചോളൂ. കല്യാണങ്ങൾക്കൊക്കെ പോയാൽ നിങ്ങൾ കല്യാണ ചെറുക്കനൊക്കെ എന്തിട്ടിട്ടുണ്ട്? സൂട്ട്. പിന്നെ വലിയ ഓഫീഷ്യൽസ് ഡ്യൂട്ടിക്ക്, അവരുടെ ഓഫീഷ്യൽ മീറ്റിങ്ങിനൊക്കെ പോകുമ്പം അവർക്കൊരു ഡ്രസ് കോഡ് ഉണ്ട്. എന്താണത്? സൂട്ടും കോട്ടും ഒക്കെ ഇട്ടിട്ട് നമ്മൾ പറയില്ലേ, അതേമാതിരി. പിന്നെ കുഞ്ഞി മക്കള് ഗേൾസൊക്കെ എന്താ ഇടേണ്ടത്? എന്താ ഇടുക? സ്കേർട്ട്. കണ്ടില്ലേ? സ്കേർട്ട് കണ്ടോ? പിന്നെയോ ഫ്രോക്ക്. തീരെ കുഞ്ഞി മക്കള് മഴയായാലും വെയിലായാലും ഒക്കെ ഫ്രോക്ക് ഇടും. നല്ല ഭംഗിയുള്ള, നോക്ക് പൂമ്പാറ്റകളെ പോലെ പാറി പറന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഫ്രോക്ക്. മുട്ടിന് മുകളിൽ നല്ല ഭംഗിയുള്ള ഫ്രോക്ക്. അടുത്ത് നോക്കൂ, ലെഹങ്ക. ഇത് കണ്ടോ? ലെഹങ്ക എന്ന് പറയുമ്പോൾ നോക്കൂ, കുഞ്ഞി ബ്ലൗസ്, താഴത്തേക്ക് വലിയ സ്കേർട്ട്, അല്ലേ? ഫുൾ സ്കേർട്ട്, ലെഹങ്ക. കുർത്ത ആൻഡ് പൈജാമ. ഇപ്പം നമുക്കൊരു വിശേഷ ദിവസം, നമ്മൾ അന്ന് പറഞ്ഞു പിന്നെ നെഹ്റു ആവാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാം കൂടി കുർത്ത പൈജാമ ഇടണമെന്ന്. ഓരോ സ്ഥലത്തും ഓരോ ഡ്രസ്സാണ് രാജ്യങ്ങളിൽ. അതൊക്കെ നിങ്ങൾ വലിയ ക്ലാസ് പഠിക്കും. കുർത്ത ആൻഡ് പൈജാമ നോക്കൂ, കണ്ടില്ലേ എന്താ ഭംഗിയെന്ന്? പിന്നെയോ കുർത്തയും പൈജാമയൊക്കെ ഇട്ടിട്ട് എന്താണ് ഇന്നെന്താ വിശേഷം എന്ന് ടീച്ചർ ചോദിക്കില്ലേ? ഇടയ്ക്ക് നിങ്ങൾ ബർത്ത്ഡേ ഒക്കെ വരുന്ന സമയത്ത് കുർത്തയും പൈജാമയൊക്കെ ഇട്ടിട്ട് വരും, നല്ല സുന്ദരന്മാരായിട്ട്. ഗേൾസോ ലെഹങ്കയൊക്കെ ഇട്ട് നല്ല സുന്ദരിമാരായിട്ട് വരും. അപ്പോൾ ഒന്നും കൂടെ നോക്കുക, ഏതൊക്കെയാണ് ക്ലോത്ത്സ് നമ്മളെ സാധാരണ സ്കൂൾസിലാകുമ്പോൾ യൂണിഫോമല്ലേ? അതെന്താണ്? ടീഷർട്ട് ആൻഡ് ഷോർട്ട്സ്, അല്ലേ? നിങ്ങളെ ബ്ലൂ കളർ ഷോർട്ടും എന്താണ് റോസ് കളറ് ടീഷർട്ടുമാണ് നിങ്ങളുടെ യൂണിഫോം. ടീഷർട്ട് ആൻഡ് ഷോർട്ട്സ്. ദെൻ എന്താണ് ഷർട്ട് ആൻഡ് പാൻസ്. അച്ഛൻ ഫാദർ എന്താ യൂസ് ചെയ്യുക? ഷർട്ട് ആൻഡ് പാൻസ്. അമ്മയോ? വിയർ സാരി. മദർ വിയേഴ്സ് സാരിയാണ് ഉടുക്കുക. അല്ലാത്ത ചില അമ്മമാരോ സൽവാർ കമ്മീസ്, ചുരിദാർ, അതിൻ്റെ ടോപ്പ്, പിന്നെ അതിൻ്റെ മുകളിലൊരു ഷോളും. മാരേജിനൊക്കെ ആകുമ്പോൾ സൂട്ട്, അല്ലേ? സൂട്ട്. കുഞ്ഞി പെൺകുട്ടികളോ സ്കേർട്ട്. അതിലും കുഞ്ഞി വാവകളോ ഫ്രോക്ക്, നല്ല ഭംഗിയുള്ള ഫ്രോക്ക്, അല്ലേ? പിന്നെയോ
നിങ്ങൾക്ക് ബർത്ത്ഡേ ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് പറയും? അമ്മ എനിക്ക് ഫുൾ സ്കേർട്ട് വേണമെന്ന്. കുഞ്ഞി ബ്ലൗസും ഫുൾ സ്കേർട്ടും ലെഹങ്ക. എന്താ പറയുക? ലെഹങ്ക. അടുത്തതോ? പള്ളിയിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അമ്പലങ്ങളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ഇടുക? ധോത്തി ആൻഡ് ഷർട്ട് അല്ലേ? പള്ളിയിലൊക്കെ നമ്മൾ പോകുമ്പോൾ ദേവാലയങ്ങളിലേക്ക്, ഏത് ദേവാലയം ആയാലും അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ പാൻറ്റും ഷൂട്ടൊന്നും ഇട്ടിട്ട് പോവില്ല. നമ്മൾ മുണ്ടൊക്കെ എടുത്ത് ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് പോകുക. ഞാൻ പറഞ്ഞില്ലേ ഓരോ സ്ഥലത്തേക്ക് ഓരോ ഡ്രസ്സ് ഉണ്ട് എന്ന്. കുർത്ത പൈജാമ അല്ലേ? ബോയ്സ് പിന്നെ ബർത്ത്ഡേക്കൊക്കെ വരുന്ന സമയത്ത് കുർത്ത പൈജാമ. നോക്കൂ. ദെൻ ടേക്ക് നെക്സ്റ്റ് പേജ്. എടുത്തോ എല്ലാവരും? ടേക്ക് യുവർ പെൻസിൽ ഓൾസോ. പെൻസിലും കൂടി എടുക്കുക. എന്നിട്ട് വളരെ നീറ്റായിട്ട് വേണം വരയ്ക്കണമെങ്കിൽ. മാച്ച് ദ ഫോളോയിങ്ങാ. അത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. മാച്ച് ദ ഫോളോയിങ് എന്താ ചെയ്യേണ്ടത് നോക്കൂ. ധോത്തി ആൻഡ് ഷർട്ട്. എന്ത്? ധോത്തി ആൻഡ് ഷർട്ട്. എടുക്കുക. ഫസ്റ്റിൽ എന്താ എഴുതിയതെന്നറിയോ? ധോത്തി ആൻഡ് ഷർട്ട്. ധോത്തി മുണ്ടും ഷർട്ടും ഇട്ടിട്ട് ആരോ ഉണ്ട്. മുണ്ട് ഷർട്ടും ഇട്ടിട്ട് അച്ഛനാണ് ഉള്ളത്. എവിടെയാണ് ഉള്ളത്? അപ്പം നോക്കുക. പെൻസിലെടുക്കുക. ഫസ്റ്റിൽ വെക്കുക ധോത്തി ആൻഡ് ഷർട്ട്. വളരെ നീറ്റായിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരും. ധോത്തി ആൻഡ് ഷർട്ട്. എന്താണ് ഫസ്റ്റ് പിക്ചർ? ഫസ്റ്റ് വേർഡ് എന്താണ്? ധോത്തി ആൻഡ് ഷർട്ട്. മാച്ച് ചെയ്തോ? ദെൻ സെക്കൻഡ് വൺ ലെഹങ്ക. ഞാൻ പറഞ്ഞു കുഞ്ഞി ബ്ലൗസും നല്ല ചെത്ത് സ്റ്റൈൽ ആൻഡ് ഫുൾ പാവാടയും. എവിടെ? ലെഹങ്ക. ഇവിടുന്ന് ഈ മോക്ക് ഒരു കുത്ത്. ആ മോളെ ഉടുപ്പിൽ ആരും കുത്തി ചെളിയാക്കൊന്നും ചെയ്യരുതേ. ലെഹങ്ക. റെഡി? ഫിനിഷ്. യെസ്. ദെൻ സാരി. ടീച്ചർ സാരി ഉടുത്ത് നിൽക്കുന്നുണ്ട് അവിടെ. എവിടെ? ഇവിടുന്ന് ടീച്ചർക്ക് ഒരു കുത്ത് കൊടുക്കി. ടീച്ചറോട് പിണക്കമുണ്ടോ? ദേഷ്യമുണ്ടോ? പെൻസിൽ കൊണ്ട് കുത്തുന്നുണ്ടോ ടീച്ചറെ? ഇല്ല. അപ്പോൾ ടീച്ചർ സാരി അല്ലേ? ദെൻ കുർത്ത പൈജാമ. റയാൻ അതാ കുർത്തയും പൈജാമയൊക്കെ ഇട്ട് കുറേ മുട്ടായിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് വിശേഷം? ബർത്ത്ഡേ ആണോ? അത് ശരി. എന്നാൽ കുർത്ത പൈജാമ. അവൻ്റെ സ്കേർട്ടിൽ ആരും വരച്ച് കിടന്നു വെക്കണ്ട കേട്ടോ. ദെൻ ഫ്രോക്ക്. കുഞ്ഞി മോളുണ്ട് അവിടെ ഫ്രോക്ക് ഇട്ട് നിൽക്കുന്നേ. പിടിച്ചോളി ഫ്രോക്ക്. അൽഹാൻ എന്തായിട്ടിരിക്കുന്നത്? ടീഷർട്ട് ആൻഡ് ഷോർട്സ്. ടീഷർട്ട് ആൻഡ് ഷോർട്സ്. All of you finish? All of you finish? Look at your book. First, ധോത്തി ആൻഡ് ഷർട്ട്. അവിടെ അച്ഛൻ ധോത്തിയും ഷർട്ടും മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് ഒരു വര കൊടുക്കൂ. ദെൻ ലെഹങ്ക. ബർത്ത്ഡേക്ക് കല്യാണത്തിന് പോകുമ്പോൾ ഒരു കുഞ്ഞി ബ്ലൗസും ഒരു ഫുൾ സ്കേർട്ടൊക്കെ ഇട്ട് ലെഹങ്ക. അടുത്തത് ടീച്ചർ സാരി ഉടുത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ കുർത്ത പൈജാമ. റയാൻ കുർത്തയും പൈജാമയൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. ഫ്രോക്ക് ഇട്ടിട്ട് മഞ്ജുക്കുട്ടി നിൽക്കുന്നുണ്ട്. ഒരു മഞ്ജുക്കുട്ടി. അടുത്തതോ ടീഷർട്ട് ആൻഡ് ഷോർട്സ് ഇട്ടിട്ട് നിൽക്കുന്നുണ്ട് അവിടെ. ഫിനിഷ്. ഓൾ ഓഫ് യു ഫിനിഷ്. ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? അതുകൊണ്ട് ലെഹങ്കൊക്കെ നിങ്ങൾ ഒന്ന് വീട്ടിൽ പോയി കരഞ്ഞ് ലെഹങ്ക വാങ്ങി തരണം എന്നൊന്നും പറയണ്ട കേട്ടോ. പറയോ?
ഇല്ല. നല്ല മക്കൾ. ഇനി നോക്കൂ, അടുത്തതും കൂടി ഒന്നങ്ങോട്ട് എടുത്താൽ എന്താ നമുക്ക്? യൂണിഫോംസ്. യൂണിഫോം ഓരോ ജോലി ചെയ്യുന്ന ആൾക്കാർക്കും നമ്മൾ ആ യൂണിഫോം കണ്ടിട്ടില്ല. ഒരു പോലീസിനെ കണ്ടു നമ്മൾ. അദ്ദേഹം പോലീസാണെന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്തത്? നിങ്ങൾ ഹൗ ടു റെക്കഗ്നൈസ്? എങ്ങനെ റെക്കഗ്നൈസ് ചെയ്തു അദ്ദേഹം ഒരു പോലീസാണ്? നിങ്ങൾ പറയില്ലേ, അതാ പോലീസ് അതാ റോഡ് സൈഡിൽ നിൽക്കുന്നതെന്ന്. എന്തുകൊണ്ടാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്തത് അദ്ദേഹത്തെ? അദ്ദേഹത്തിൻ്റെ യൂണിഫോം കണ്ടിട്ടാണ് നമ്മൾ അദ്ദേഹം ഒരു പോലീസ്മാൻ ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയത്. അങ്ങനെ ഓരോ സ്ഥലത്തും നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് പാൻറ് ഷർട്ടും കോട്ടും ഇട്ട് കഴുത്തിൽ ടെതസ്കോപ്പും തൂക്കി നടക്കുന്ന ആൾ, അല്ലെങ്കിൽ ചുരിദാറിട്ട് ടെതസ്കോപ്പ് തൂക്കി നടക്കുന്ന ആ വ്യക്തി ആരാണോ നമുക്കറിയാം ആരാണ്. ഈസ് എ ഡോക്ടർ. അപ്പോഴും നമുക്കറിയാം അതൊരു ഡോക്ടറാണ്. നമുക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല അല്ലേ? ഡോക്ടറാണോ എന്ന് ചോദിക്കണോ? വേണ്ട. പിന്നെ നേഴ്സ് ഉണ്ടാവും. എപ്പോഴും നേഴ്സസിൻ്റെ റൂമിൻ്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്കൊരു മുറിവ് പറ്റിയ അതൊക്കെ വൃത്തിയാക്കി തരാൻ വേണ്ടിയിട്ട്. ലുക്സ് ആഫ്റ്റർ ദ പേഷ്യൻസാ നേഴ്സ്. അപ്പം നമുക്ക് നേഴ്സിനെ കണ്ടാൽ അറിയാം. അങ്ങനെ ഓരോ വ്യക്തികൾക്കും അതിൻ്റേതായ ഓരോ ഒഫീഷ്യലായിട്ടുള്ള യൂണിഫോംസ് ഉണ്ട്. നിങ്ങൾക്ക് യൂണിഫോം ഇല്ലേ? ഏതാണ്? ബ്ലൂ ഷോർട്ട്സും റോസ് എന്ത് ടീഷർട്ടും. അപ്പോഴും ആ റോസ് ടീഷർട്ട് ഇട്ട് കണ്ടാൽ ഇവർ ഏത് സ്കൂളിലെ കുട്ടികളാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല. എന്താണ്? HIUP സ്കൂളിലെ കുട്ടികളുടെ യൂണിഫോമാണത് എന്ന് നമുക്കറിയാം അത് കണ്ടാൽ. അങ്ങനെ ഓരോ സ്കൂൾസിനും വിവിധ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആയിട്ടുള്ള യൂണിഫോംസാണ് ഉള്ളത്. മനസ്സിലായോ? നമുക്ക് മറ്റുള്ളവരെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? Some people wear uniforms. We can recognize them by their uniform. School children also wear uniform. Look at the pictures given below and say the words aloud. ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ, നമ്മൾക്ക് ഓരോരാളെ കണ്ടാലും അവരെങ്ങനെ റെക്കഗ്നൈസ് ചെയ്യും എന്നുള്ളത് അവരുടെ യൂണിഫോം കണ്ടിട്ടാണ് മനസ്സിലാക്കുക. നോക്കൂ, ആദ്യത്തെ ആൾ ആരാണ്? സെയിലർ ബസ് ഓടിക്കുന്ന ഡ്രൈവറാണോ? അല്ല. പിന്നെ പ്ലെയിൻ ഓടിക്കുന്ന ആളാണോ? അല്ല. ആരാണ്? ഷിപ്പിൽ സെയിലർ. ആരാണ്? ഷിപ്പിലുള്ള ആ ഡ്രൈവർ. ഷിപ്പ് ആരാണോ അത് പ്രവർത്തിപ്പിക്കുന്നത് അദ്ദേഹമാണ് എന്ത്? സെയിലർ. അടുത്ത് നോക്കൂ, പൈലറ്റ് കാർ ഓടിക്കുന്ന ഡ്രൈവറാണോ? അല്ല. ഇന്നലെ ഹെലികോപ്റ്റർ വന്നല്ലോ, നിങ്ങൾ കണ്ടോ? ആരെങ്കിലും ശ്രദ്ധിച്ചോ? ഹെലികോപ്റ്ററിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ആരെങ്കിലും ആകാശത്തേക്ക് നോക്കിയോ? പൈലറ്റ് എയ്റോപ്ലെയിൻ കൺട്രോൾ ചെയ്യുന്ന, അതായത് എയ്റോപ്ലെയിൻ ഓടിക്കുന്ന അദ്ദേഹത്തിന് എന്താ പറയുക? പൈലറ്റ്. ആരാണ്? പൈലറ്റ്. പിന്നെ ടീച്ചർ പറഞ്ഞു ടെതസ്കോപ്പും തൂക്കി ഹോസ്പിറ്റൽസിൽ നടക്കുന്ന ആൾ ആരാണോ? ഡോക്ടർ അല്ലേ? ഡോക്ടർ. ദെൻ സോൾജർ. നമ്മളുടെ രാജ്യം ഏതാണ്? വിച്ച് ഈസ് അവർ കൺട്രി? ഇന്ത്യ ഈസ് മൈ കൺട്രി. നമ്മൾ പ്ലഡ്ജിൽ, നമ്മൾ ഡയറിയിൽ ആദ്യം തന്നെ ഉണ്ടല്ലോ, നമ്മളുടെ രാജ്യമായ ഇന്ത്യയെ മറ്റുള്ള ശത്രു രാജ്യങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്ന ആളാണ് ആര്? സോൾജർ, പട്ടാളക്കാരൻ. കണ്ടോ? പട്ടാളക്കാരൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? ഗണ്ണ്. ഗണ്ണ് വെക്കണോ? വേണോ? ഗണ്ണ്. സോൾജർ. നമ്മളുടെ രാജ്യത്തെ രക്ഷിക്കുന്ന ആൾക്കാരാണ് ആര്? സോൾജേഴ്സ്. ദെൻ നേഴ്സ്. ഇഞ്ചക്ഷൻ കയ്യിൽ വെച്ചിട്ട് അതാ പോകുന്നേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പനിയോ ജലദോഷം എങ്ങാനുണ്ടോ? പോകുന്നുണ്ടോ ഹോസ്പിറ്റലിൽ? ഇഞ്ചക്ഷൻ വേണോ? നഴ്സ് ലുക്സ് ആഫ്റ്റർ ദ പേഷ്യൻസ് ഈസ് എ നഴ്സ്.
Then policeman. Policeman protect our property and life. നമ്മളുടെ ജീവനും എല്ലാം രക്ഷിക്കുന്ന ആളാണ് ആര് പോലീസ്മാൻ. ദെൻ ഫയർമാൻ. നമ്മൾ ഫയർ ബ്രിഗേഡ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാ. ഫയർ ബ്രിഗേഡൊക്കെ നമ്മൾ പഠിച്ചില്ലേ? ഫയർമാൻ. അപ്പോൾ ആ ഫയർ എൻജിൻ പ്രവർത്തിക്കണമെങ്കിൽ ഫയറിലുള്ള ആൾക്കാരൊക്കെ വേണം. ഫയർമാൻ വേണം, ഫയറിലെ ഡ്രൈവർ വേണം, എല്ലാം വേണം ഫയർ എൻജിൻ്റെ പ്രവർത്തനത്തിന്. ഫയർമാൻ എവിടെയാണ് ഉണ്ടാവുക? പോലീസ് സ്റ്റേഷനിലാണോ ഫയർ സ്റ്റേഷനിലാണോ? ഫയർ സ്റ്റേഷൻ. അടുത്തത് നോക്കൂ, സ്റ്റുഡൻറ്റ്. ആരാണ് അടുത്തത്? സ്റ്റുഡൻറ്റ്. ബാഗൊക്കെ തൂക്കി പോകുന്നത് ആരാ സ്കൂളിലേക്ക്? സ്റ്റുഡൻറ്റ് ഈസ് എ സ്റ്റുഡൻറ്റ്. പഠിക്കാൻ പോകുന്ന ആ കുട്ടികൾക്കാണ് എന്ത് പറയുക? സ്റ്റുഡൻറ്റ്. അടുത്തതോ എയർ ഹോസ്റ്റസ്. ആരെങ്കിലും പ്ലെയിനിൽ പോയിട്ടുണ്ടോ? പ്ലെയിനിൽ നമ്മൾ കയറിയാൽ നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ആൾക്കാരാണ് ആര്? എയർ ഹോസ്റ്റസ്. നിങ്ങൾ പ്ലെയിനിൽ കയറി, നിങ്ങൾക്ക് എയറോപ്ലെയിനിൽ കയറി, നിങ്ങൾക്ക് എന്തെങ്കിലും സുഖമില്ലാണ്ടായി, മരുന്ന് തരണം, നിങ്ങൾക്ക് ചായ കൊണ്ട് തരണം, നിങ്ങൾക്ക് ഫുഡ് തരണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അന്വേഷിക്കുന്ന അടുത്തടുത്ത് വന്നിട്ട് എന്ത് വേണമെന്ന് ചോദിക്കുന്ന ആളാണ് ആര്? എയർ ഹോസ്റ്റസ്. ആരാണ്? എയർ ഹോസ്റ്റസ്. നോക്കൂ ഫസ്റ്റ് പിക്ചർ. വാട്ട് ഈസ് ദ ഫസ്റ്റ് പിക്ചർ? സെയിലർ. ഷിപ്പിലുള്ള ആളാണ് സെയിലർ. ദെൻ പൈലറ്റ്. എയറോപ്ലെയിൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്ന എയറോപ്ലെയിൻ എതിലെ പോകണം എന്നൊക്കെ അറിയുന്ന. ഇപ്പോൾ ബസ് കയറിയാൽ ബസ് എതിലേ പോകേണ്ടതെന്നുള്ള അറിയുന്നത് ഡ്രൈവർക്കല്ലേ? അപ്പോൾ അതേമാതിരി നിയന്ത്രിക്കുന്ന ആൾ. ഡോക്ടർ. നമ്മൾക്ക് അസുഖം. വൺ ഹൂ ലുക്സ് ആഫ്റ്റർ ദ പേഷ്യൻസ്. നമുക്ക് അസുഖം വന്നാൽ നമ്മളെ ശുശ്രൂഷിക്കുന്ന, നോക്കുന്ന, എന്താണ് നിങ്ങൾക്ക് അസുഖം എന്നതിനെ പറ്റി നമുക്ക് കൺഫേം ചെയ്ത് തരുന്ന ആളാണ് ആര്? ഡോക്ടർ. അടുത്ത് സോൾജർ. സോൾജറാണ് നമ്മളുടെ നാടിനെ, നമ്മളെ ശത്രുക്കളിൽ നിന്ന് നമ്മളുടെ ഇന്ത്യ രാജ്യത്തെ രക്ഷിക്കുന്ന ആൾക്കാരാണ് ആര്? സോൾജേഴ്സ്. ദെൻ നേഴ്സ്. നേഴ്സ് നമുക്ക് അസുഖങ്ങൾ വന്നാൽ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് നമ്മളെ രക്ഷിക്കുന്ന ആൾ. പോലീസ്മാൻ. നമ്മളുടെ ലൈഫും നമുക്ക് വേറെ എന്തെങ്കിലും ഒരു വിഷമം വന്നാലും ഒക്കെ നമ്മളെവിടെയാണ് പോയിട്ട് പറയുക? പോലീസ് സ്റ്റേഷനിൽ. നമ്മളിപ്പോൾ വീടിൻ്റെ അപ്പുറത്തുള്ള വീട്ടിൽ അവർ നമ്മളെന്തെങ്കിലും ചെയ്തു, നമ്മൾ ആദ്യം പോയിട്ട് ഫയറിലാണോ പറയുക? അല്ല, പോലീസ് സ്റ്റേഷനിൽ. പ്രൊട്ടക്റ്റ് അവർ ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. ദെൻ ഫയർമാൻ. നമുക്ക് എവിടെയെങ്കിലും തീപിടുത്തുണ്ടായി, അല്ലെങ്കിൽ ആരെങ്കിലും വെള്ളത്തിൽ വീണ്, അല്ലെങ്കിൽ വലിയ ആക്സിഡൻ്റ് ഉണ്ടായി, അങ്ങനെ ആയാൽ നമ്മൾ ആരടുത്താണ് പോവുക? ഫയർ സ്റ്റേഷനിലേക്ക് വിളിച്ച് പറയുക. ഫയർമാൻ. ആരാണ്? ഫയർമാൻ. ദെൻ സ്റ്റുഡൻറ്റ്. ബാഗൊക്കെ തൂക്കിയിട്ട് സ്കൂളിലേക്ക് പോകുന്നത് ആരാണ്? സ്റ്റുഡൻറ്റ്. ആരാ പോവുക? സ്റ്റുഡൻറ്റ്. അച്ഛനും അമ്മയും പോവാറുണ്ടോ? ഇല്ല. എയറോപ്ലെയിനിൽ കയറിയാൽ നമ്മളുടെ ആവശ്യങ്ങളൊക്കെ അന്വേഷിച്ച് നമുക്ക് വേണ്ടത് എന്താണോ എന്ന് വെച്ചാൽ വളരെ സന്തോഷത്തോടു കൂടി ചെയ്തു തരുന്ന ആളാരാണ്? എയർ ഹോസ്റ്റസ്. എയർ ഹോസ്റ്റസ്. അപ്പോഴേ ആരാണ്? എയറോപ്ലെയിനിൽ കയറിയാൽ നേഴ്സാണോ വന്നിട്ട് നമ്മളെ നോക്കുക? അല്ല, എയർ ഹോസ്റ്റസ്. നമ്മളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി തരുന്ന അവരാണ് ആര്? എയർ ഹോസ്റ്റസ്. അപ്പോൾ നമ്മൾക്ക് മറ്റുള്ളവരെ നമ്മൾ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യും? ഏത് യൂണിഫോമാണോ ഇടുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മളൊരു വ്യക്തിയെ റെക്കഗ്നൈസ് ചെയ്തിട്ട് നമ്മൾ അയാൾ ഏത് ഓഫീസിലുള്ള അല്ല ആരാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. മനസ്സിലായോ എല്ലാവർക്കും? സ്റ്റാൻഡ്, സിറ്റ്. സ്റ്റാൻഡ്, സിറ്റ്. ഒന്നും കൂടെ നോക്കുക, ടീച്ചർ വായിച്ചു തരാം. സെയിലർ. സെയിലർ എവിടെയാ? ഷിപ്പിൽ. പൈലറ്റ് എയ്റോപ്ലെയിൻ. ഡോക്ടർ ഹോസ്പിറ്റൽ. സോൾജർ നമ്മുടെ രാജ്യത്തെ രക്ഷിക്കുന്ന ആൾ. നഴ്സ് ലുക്സ് ആഫ്റ്റർ ദ പേഷ്യൻസ്. പോലീസ്മാൻ. ദെൻ ഫയർമാൻ.
സ്റ്റുഡൻറ്റ്, ദെൻ എയർ ഹോസ്റ്റസ്. മനസ്സിലായോ മക്കളെ? മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായി? ഓഹോ. ദെൻ ടേക്ക് ദിസ് പേജ്, ഈ ഒരു പേജും കൂടി എടുക്കാം. ആൻഡ് ടേക്ക് യുവർ പെൻസിൽ ഓൾസോ. ഓരോരാളെ ചിത്രം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ താഴെ അവർ യൂസ് ചെയ്യുന്ന ഡ്രസ്സും കൊടുത്തിട്ടുണ്ട്. നമുക്കെന്താ വേണ്ടത്? നമുക്കിത് ഡിഫറെൻറ്റ് ക്ലോത്ത്സ് വോൺ ഓൺ ഡിഫറെൻറ്റ് ഒക്കേഷൻസ്. ഏതൊക്കെ ഒക്കേഷൻസിലാണ് എന്ന് ഞാൻ ചോദിക്കാൻ പോവാണ് കേട്ടോ നിങ്ങളോട്. സൂട്ട് ഉപയോഗിച്ചിട്ട് അച്ഛൻ എങ്ങോട്ടാണ് പോയത്? ഹോസ്പിറ്റലിലേക്കാണോ പോയത്? അല്ല. പിന്നെ ദേവാലയങ്ങളിലേക്കാണോ, ടെമ്പിൾസിലാണോ പോയത്? അല്ല. ഇവിടെ പോയി ഒഫീഷ്യലായിട്ടുള്ള മീറ്റിങ്സിന് പോകുമ്പോൾ അല്ലെങ്കിൽ മാരേജിൻ്റെ സമയത്ത് ആണ് സൂട്ട് ഉപയോഗിക്കുക. ലെഹങ്ക, ഒന്നിലെ മാരേജിന് പോകുമ്പോൾ ലെഹങ്ക ഉപയോഗിക്കും, അല്ല എങ്കിൽ എന്താണ്, ബർത്ത്ഡേക്ക് നിങ്ങൾക്ക് ലെഹങ്ക ഉപയോഗിക്കാം. ടീച്ചർ സാരി ടീച്ചർ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. അമ്മമാർ യൂസ് ചെയ്യാറില്ലേ? കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഇടയ്ക്ക് പട്ടുസാരിയൊക്കെ കൊടുത്ത് നല്ല സുന്ദരിമാരായിട്ട് പോവാറില്ലേ? ഉണ്ട്. അടുത്ത് നോക്കൂ, സൽവാർ കമ്മീസ്. അല്ലാത്ത സമയത്ത് യൂസ് ചെയ്യുന്നത് നമ്മൾ സൽവാർ കമ്മീസ്. പിന്നെയോ എന്താണ്? ഷേർവാണി. അത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കാത്തതാണ്. ഷേർവാണി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മൾ മാരേജിന് കല്യാണ ചെക്കന് പണ്ടത്തെ മാതിരി മുണ്ട് ഷർട്ടൊന്നും അല്ല ഇപ്പോൾ കല്യാണ ചെക്കന്മാരൊക്കെ എന്താ ഇടുക? നല്ല ഷേർവാണി, വലിയ നീളമുള്ള ജുബ്ബ, അതിൻ്റെ അടിയിൽ പാൻസ് പോലത്തെ, കഴുത്തിലൊരു ഷോളും ഒക്കെ ചുറ്റിയിട്ട്, അതിനാണ് എന്ത് പറയുക? ഷേർവാണി. മാരേജ് ഫങ്ഷൻസിന് അല്ലേ? മാരേജിന് ഷേർവാണി. ഗൗൺ, താഴെ വരെ എത്തുന്ന ഉടുപ്പ് അല്ലേ? ഹസ്ബൻഡ് ഷേർവാണി യൂസ് ചെയ്യുകയാണെങ്കിൽ വൈഫ് നിർബന്ധമായിട്ടും ഗൗണായിരിക്കും യൂസ് ചെയ്യുക. ഇപ്പോഴത്തെ മാരേജിന് അല്ലെങ്കിൽ അതിൻ്റെ റിസപ്ഷന്, അങ്ങനത്തെ മാരേജ് ഫങ്ഷൻസിന്, റിസപ്ഷന് ഒക്കെ എന്തായാലും ഹസ്ബൻഡ് ഷേർവാണി യൂസ് ചെയ്യുമ്പോഴേ വൈഫ് താഴെ വരെയുള്ള നല്ല പറക്കാൻ പോകുന്നതിലുള്ള ഗൗണാണ് ഉപയോഗിക്കുക. അതൊക്കെ ഓരോ ഫങ്ഷൻസിനാണ് ഉപയോഗിക്കുക. നമ്മളൊരു അസുഖമുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു രോഗീനെ കാണാൻ പോകുമ്പോൾ നമ്മൾ ആരെങ്കിലും ഗൗണൊക്കെ ഉപയോഗിച്ച് പോവുമോ? ഇല്ല. അപ്പം നമ്മൾ ഏതൊക്കെ ഫങ്ഷന് പോകുമ്പോഴാണ് ഏതൊക്കെ ഡ്രസ്സാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ കഴിയുമെങ്കിൽ ഓരോ വേർഡും ഒരു 3 times എങ്കിലും എഴുതി അതിൻ്റെ ഫസ്റ്റ് ലെറ്ററൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. എന്നാൽ മാത്രമേ നമുക്കത് വായിക്കാൻ പറ്റുകയുള്ളൂ. മനസ്സിലായോ? ഓൾ സ്റ്റാൻഡ്, സിറ്റ്. നിർബന്ധമായും പഠിക്കുക, വായിച്ച് പഠിക്കുക. യാതൊരു കാരണവശാലും വായിക്കാതിരിക്കരുത്. ഒരു 5 times എങ്കിലും ഓരോ വേർഡ് പറയുക, എന്നിട്ട് പഠിക്കുക. മനസ്സിലായോ? ഓക്കെ, ബൈ.